പ്രിയപ്പെട്ടവരെ, നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് 2,000 500 രൂപ നമ്മള് ചെരുപ്പും കച്ചവടത്തിന് വേണ്ടിട്ട് പോവാണ്. കാഴ്ചകൾ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ നാട്ടിൽ അധികം ഒന്നും വാങ്ങില്ല, ഒരു നാളെ വാങ്ങുന്നാണ് പറയുന്നത്. നമ്മള് കാളിയൊക്കെയല്ലേ പോണേ? നമ്മള് വലിയ വലിയ അങ്ങാടികള് മാത്രം. ഓക്കെ, നല്ല ബ്രാൻഡ് ചെരുപ്പ്. അങ്ങനെ ഞങ്ങള് ചെരുപ്പ് കച്ചവടം തുടങ്ങി. സുഹൃത്തുക്കളെ, ബിനു ഒച്ചണ്ടാക്കി. വെറും 300. ആയിക്കോട്ടെ, കാണാം. വെറും 300, 500, 500. ബിനു അടിക്കാം, ചെരുപ്പ് അഞ്ചി അടിക്കാം. ഇത് വെറും 500. അടിപൊളി സാധനം. 500 കളർ ചേഞ്ച് ഇതാക്കണേ. അതടിക്കാം. വേറെ കളർ ചേഞ്ച് അവിടെ കളർ ചേഞ്ച് ആക്കണേ. അതിന്റെ ഇപ്പുറത്ത് താഴെ ഇതാണ് 500. ഇതാണ് ബേക്കിംഗ് സ്റ്റോക്ക്. ഡൂബ്ലിയാണ് പറഞ്ഞാണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെങ്കിലും കണ്ടിക്കണോ? ഇത് വെറും 500 കേട്ടോ. ഇതാണ് നമ്മുടെ കാലിനുള്ളത്. ഇത് വെറും 300. അവിടെ ചെരുപ്പ് അവിടെ എല്ലാവിധ ചെരുപ്പുകളും ഞങ്ങൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചെരുപ്പ് കച്ചവടം നല്ല കച്ചവടമാണ്. ബാക്കിയുള്ള കടക്കാർക്ക് നമുക്ക് കച്ചവടം കിട്ടുന്നില്ല. സാധനം ഇവിടെ ഫുള്ളുണ്ട്. നമ്മളിത് വിൽക്കും. അങ്ങനെ തന്നെ ഉള്ളല്ലോ, എല്ലാം സെറ്റ് ആവാം. അതെ, ചെരുപ്പുകളെ വെറും 300. ഇത് വെറും 300. അത് 500ആണ്. ഇത് 300 ലേഡീസ്. പെരുന്നാളൊക്കെ അല്ലേ? അവിടെ കച്ചവടം സുലഭമായി കൊണ്ടിരിക്കുകയാണ്. ബിനു ഒച്ചുണ്ടാക്കി. അവിടെ ചെരുപ്പുകളെ വെറും 500. വെറും 300. കടലേക്കോ ഇതിന്റെ ബാക്കിയൊക്കെ പോയില്ലേ? ഇതിന്റെ ഈ കളർ ബാക്കിയൊക്കെ പോയില്ലേ? അങ്ങനെ നമ്മൾ വീണ്ടും കാളികാവിലെത്തി സുഹൃത്തുക്കളെ. സംഭവം പേരും കച്ചവടം. വെറും 300. 300. ചെരുപ്പ് എപ്പഴാ പോയത്? കാളിയങ്ങാടി ഫുള്ള് ബ്ലോക്കായി. നമ്മളെ ഫുൾ ചെരുപ്പും കച്ചവടം സുഹൃത്തുക്കളെ. മുതിരിയാ വാങ്ങിക്കോ. അതിപ്പോ വാങ്ങിക്കാൻ ചെരുപ്പ് തോന്നുമ്പോ കിട്ടൂല, കാണുമ്പോ വാങ്ങിക്കോളെ. നമ്മളെ കച്ചവടം കൂടിയാണ്. നോക്കുകൂലിയാണ് സുഹൃത്തുക്കളെ. ഷെഫീഖ് അലിയുടെ പുതിയ സംരംഭമായ ചെരുപ്പ് കച്ചവടം. ഇതില് തൊഴിലാളി 1, തൊഴിലാളി 2, തൊഴിലാളി 3. അവിടെ തൊഴിലാളി 3, 4 ആളാണ് കച്ചവടം. മുതലാളി ഇതാ നല്ല അടിപൊളി ഐറ്റംസ്. ഒരു കച്ചവടം. ഗൂഗിൾ പേ, തൊഴിലാളിന്റെ ഗൂഗിൾ പേ. മുതലാളി
സുഹൃത്തുക്കളെ, ഞാനിന്ന് കാളികാവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഭയാനകമായൊരു തിരക്കുണ്ട്. ആൾക്കൂട്ടം കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന മാർക്കറ്റ് കൂടുതൽ സാധനത്തിന് കൂടെയായൊരു സംഘടന. എന്താണ് ബിസിനസ്, ചെരുപ്പ് ബിസിനസ്. ജനങ്ങൾക്ക് നല്ലൊരു ഉപകാരമാണ്. ചെറിയ വിലയിൽ നല്ലൊരു സംഭവം തുടങ്ങിയല്ലേ. പെരുന്നാളൊക്കെ അല്ലേ. ഇതാണോ 30, 38, ഇത് 40. ഏത് ഞാൻ എടുക്കും നിങ്ങൾ പറയൂ. നമ്മുടെ കാളികാവിൽ 3 ചെറുപ്പക്കാർ കൂടി പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ വിലക്ക് ചെരുപ്പുകൾ. സുഹൃത്തുക്കളെ, ഞങ്ങൾ യാദൃശികമായി കാളികാവിലൂടെ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോകുകയാണ്. അപ്പോഴാണ് 3 വയ്യാര കച്ചവടക്കാരെ കണ്ടത്. ചെരുപ്പ് കച്ചവടമാണ് അവർ ചെയ്യുന്നത്. ഇതാണ് ചെരുപ്പ് കച്ചവടമാണ്. അവരൊക്കെയാണ് സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ ചെരുപ്പ് കച്ചവടമാണ്. കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയിൽ ചെരുപ്പ്. ഇതാണ് ആള് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ചെരുപ്പ് കച്ചവടം ചെയ്യാണ്. 3 ചെറുപ്പക്കാർ ഓരോരുത്തരുടെ കയ്യിൽ ചെരുപ്പ് വാങ്ങി. അൺമാരീഡ്, ആരും മാരീഡല്ല, കുടുംബം മാരീഡ്. നിങ്ങളിവിടെ പരമാവധി ഷെയർ ചെയ്ത് കാളികാവിലൂടെ പോകുമ്പോൾ ഈ ചെരുപ്പ് വാങ്ങി സാഹചര്യം. എന്തോ സുഹൃത്തുക്കളെ, എന്തൊരു പുഞ്ചിരിയോട് കൂടിയാണ് ഓരോരുത്തരും. വെറും 250 കാണോ 250 വെറും 250. ഓരോ മിനിറ്റും റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. 250 നല്ല മൂവിങ്ങിലാണ്. കുറേ സാധനങ്ങളൊക്കെ പോയി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കാളികാവ് ടൗണിലാണുള്ളത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നിങ്ങൾ നമ്മളെ കച്ചവടം എവിടെ പോകേണ്ടത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എത്തും. ഓക്കെ, അപ്പോൾ കാളികാവുകാർ കമൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാളിയിലെത്തി. നാളെ മുതൽ നമ്മളെ വലിയ പിക്കപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മളെ കച്ചവടം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മുതൽ നമ്മളെല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും. കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് എത്ര കൊടുക്കണം? കമൻറ്റ് ഇട്ടിട്ടോ. ബേക്കൻ സ്റ്റോക്കിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് എത്ര കൊടുക്കണം? വാങ്ങി ചെരുപ്പ് 250. ഓഫർ പക്ക ഓഫർ. ഓക്കെ, ഞാൻ 4 വാങ്ങി. അപ്പോൾ ഇത് നേരെ നമ്മൾ പോണ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മള് ഇന്നത്തെ ചെരുപ്പ് കച്ചവടം കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് 3300 പേര് കച്ചവടം നടന്നു സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം. നമ്മളെ ബീഫ് സുർബിയാനിക്ക് വെയിറ്റ് ചെയ്യാണ്. കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് വിളിക്കേ. എന്നാ ഒന്ന് ബ്ലോഗിൽ കാണിച്ചു കൊടുത്താ. ഓരോ ബ്ലോഗിൽ ഒന്ന് കയറ്റി. ഓക്കേടാ. ക്യാമിയോ കാണിച്ചു കൊടുക്കും. ഒരു ബ്ലോഗിൽ ഹായ് അതെ. ഓന്റെ ബ്ലോഗിൽ കട്ടാക്കി പെരും കച്ചവടം ഡബിൾ. അപ്പോൾ നമ്മളെ ബീഫ് സുർബിയാനി എത്തി. ചിക്കൻ പറയണം. ഇല്ലല്ലോ, ബീഫ് കമ്മിയായോ ബോസേ? നല്ല മയണൈസ് ഇടുക. ഇങ്ങനെ കുറച്ച് ഇതും നല്ല ബീഫ്, ചെറിയ മുരിഞ്ഞ ബീഫ്. കുറച്ച് ചോറെടുക്കുക. ഇങ്ങനെ പിടിക്കാം. ഇഷ്ടമുണ്ടല്ലേ? സുർബിയാനി ബിരിയാണിൻ്റെ ഒരു ഇതുണ്ടാവും. ബിരിയാണിൻ്റെ അമ്മായിൻ്റെ കുട്ടിയാണ് സുർബിയാനി. അടിപൊളി സുർബിയ. ഇങ്ങനെ കാട്ടുള്ളൂ. ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടേ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.